ഇമാതിരി ഹോളി ചേസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വണ്ടിക്ക് വൈബ്രേഷൻ വരാണ്ടിരിക്കും? ഇനിയിപ്പോ സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് ഇപ്പൊ ഇടങ്ങേറാണ് ഇത് ചെയ്ത് തീർക്കാനുണ്ട്, എന്നാലും നമുക്ക് ചെയ്യാണ്ട് വേറെ മാർഗ്ഗമില്ലല്ലോ. ഇത് കണ്ടുപിടിക്കാനാണ് പണിക്കേസ്. ഇപ്പൊ നേരെ ഇനിയിപ്പോ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വെൽഡ് ചെയ്ത് തീർക്കേണ്ടി വരും. പക്ഷെ പണി എളുപ്പമായിട്ട് അവര് നേരെ കൊണ്ടു ചെന്നത് അപ്പൊ തന്നെ ചെയ്തു തന്നു പരിപാടി. ഇനി കുറച്ചൊരു പെയിന്റ് കൊണ്ട് ചെയ്താൽ മതി, ഓക്കെ ആവും, വണ്ടി സെറ്റാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. നമ്മളുടെ ഒരു ബ്ലാക്ക് ബ്ലൂ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പൾസർ 2016 മോഡൽ SFOR പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടൊരു പാർട്ടി പർച്ചേസ് ചെയ്തിട്ട് പോയി. പക്ഷെ ബാക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് വൈബ്രേഷൻ വരുന്ന പുള്ളി വണ്ടി തിരിച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അത് എന്താ സംഗതി എനിക്കും ഓടിച്ചുകൊണ്ട് വലിയ പിടുത്തം കിട്ടിയില്ല. ഞാനത് വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ട് അഴിച്ചു നോക്കിയപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലായത്. അപ്പോൾ പൾസർ എന്നല്ല, അത്യാവശ്യം വെയിറ്റുള്ള വണ്ടികൾ ഏത് യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റ് വരാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ നോർത്ത് പറവൂരാണ് വെച്ചാൽ വെള്ളമുള്ള സ്ഥലം, ഉപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് മേജറായിട്ട് ഈ പ്രശ്നം മിക്ക വണ്ടികൾക്കും വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ വണ്ടി അഴിച്ചിട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, ഈ ചേസിന്റെ ഈ ഭാഗത്ത് 2 കമ്പികളുണ്ട്. ഈ 2 കമ്പിയും തുരുമ്പിച്ച് പകുതി തീർന്നേക്കാണ്. ഇത് എവിടുത്തെ ഇതാന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ വണ്ടിയുടെ ചേസിലാണ് പറഞ്ഞത്. ചേസിന്റെ ബാക്ക് സൈഡിൽ ടെയിൽ ലാമ്പ് ഒക്കെ ഫിറ്റ് ചെയ്യൂലേ, ടെയിൽ ലാമ്പ് സീറ്റൊക്കെ വരൂലേ, ആ പോർഷനിൽ വരുന്ന കമ്പിയാണ്. ശരിക്കും ഇത് വരണത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ മഡ് ഗാർഡ് ഇരിക്കില്ലേ, ബാക്കിലെ മഡ് ഗാർഡിന്റെ ഉള്ളിലായിട്ടാണ് ഈ പീസ് പറഞ്ഞത്. അപ്പൊ ഇത് സംഗതി മഡ് ഗാർഡിന്റെ ഉള്ളില് വെള്ളം നിന്നിട്ട്, അതായത് മഡ് ഗാർഡിൽ നിന്ന് വെള്ളം നിന്ന് ഇതുമ്പോ അടിച്ചു കയറിയിട്ട് ടയറിന്റെ മഡ് ഗാർഡിന്റെ അകത്ത് വരുന്ന സ്ഥലമാണ്. മഡ് ഗാർഡിൽ നിന്ന് വെള്ളം അടിച്ചു കയറി വെള്ളവും ചെളി ഇരുന്ന് തുരുമ്പിച്ച് പോയി തീർന്നേക്കുന്നതാണ്. ഇതാണ് അവസ്ഥ. ഇത് നമ്മുടെ ഏരിയയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ വെള്ളം ഇരുന്ന് ഉപ്പൊക്കെ ഉള്ള വെള്ളമാകുമ്പോൾ അതും ഇരുന്ന്, അല്ലെങ്കിൽ ചെങ്കൽപ്പൊടിയുടെ വെള്ളമൊക്കെ ആകുമ്പോൾ ഇരുന്ന് ഇങ്ങനെ ദ്രവിച്ച് പോകുന്നുണ്ട്. ഇതിന് സൊല്യൂഷൻ പറയാമെന്ന് വെച്ചാൽ നേരെ ഇത് ബാക്ക് പോർഷൻ ഫുൾ അഴിക്കേണ്ടി വരും. ഫുൾ അഴിച്ചിട്ട് വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വെൽഡ് ചെയ്ത് തീർക്കേണ്ടി വരും. അപ്പൊ അതിപ്പോ ഓൾറെഡി പകുതി കമ്പി ഇരിപ്പുണ്ട്, അതിട്ടൊരു കാര്യമില്ല. അതാണ് മുറിച്ച് കളഞ്ഞിട്ട് 2 സൈഡിലെ കമ്പി മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് പുതിയ കമ്പി വെച്ച് വെൽഡ് ചെയ്ത് തീർക്കേണ്ടി വരും. അങ്ങനെയാണ് അതിനുള്ള ഏക സൊല്യൂഷൻ. കണ്ടോ, എന്റെ ബാക്ക് സൈഡ് ഫുൾ അഴിച്ച് പൊളിച്ചിട്ടേക്കാണ്. ഇതിപ്പോ ഞാൻ ഇന്ന് കാലത്ത് കൊണ്ടുപോയി വെൽഡ് ചെയ്ത് തീർത്തിട്ടുണ്ട്. വെൽഡ് ചെയ്തപ്പോ കണ്ട പുതിയ 2 പീസ് അവിടെ വെച്ചിട്ട് വെൽഡ് ചെയ്ത് തീർക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ബാക്കിയുള്ള തുരുമ്പൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പെയിന്റ് അടിക്കണം. ഞാൻ ദിലീപേട്ടൻ ഓട്ടോറിക്ഷക്കാണ് പോകുന്നത്. ദിലീപേട്ടൻ വണ്ടി തിരിച്ച് എന്താ പറയുക, ഇപ്പോൾ ആയിരിക്കും കെട്ടി മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടന വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് അത് പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സാധാരണ ഒരു സാമ്പിൾ ടിന് പെയിന്റ് മതിയായി. സാമ്പിൾ ടിന് പെയിന്റ് മേടിച്ച് അങ്ങോട്ട് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി വണ്ടി അഴിച്ചിട്ടേക്കുന്ന പീസുകളൊക്കെ തിരിച്ചു കയറ്റാം. അതൊരു ചടങ്ങാണ്. ഒരു 1.5 മണിക്കൂറോളം എടുത്ത് ബാക്കിലെ പീസുകളെല്ലാം വയറിംഗ് എല്ലാം അഴിച്ച്, മഡ് ഗാർഡ് അഴിച്ച്, ടെയിൽ പീസ്, സൈഡ് പാനലുകളെല്ലാം അഴിച്ച് പീസാക്കി എന്നിട്ടാണ് ഈ നിലയിൽ കിട്ടിയത്. ഇനിയിപ്പോ കുറച്ച് കാലത്തേക്ക് നല്ല 2-3 കൊല്ലത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വെള്ളം ചെളിയൊക്കെ ആവണി തന്നെ പെയിന്റുമ്പോൾ പിടിക്കുള്ളൂ, മെറ്റലിലേക്ക് അങ്ങനെ പിടിച്ചു തരൂല. അതുകൊണ്ട് ഒരുവിധം സേഫാണ് സംഗതി. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനിപ്പോ സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും വണ്ടി കൊണ്ട് കഴുകുക, വണ്ടി വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക. അപ്പൊ തന്നെ കുറെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കോളും. ഇതല്ലാണ്ട് കഴുകാണ്ട് ചാപ്പൂട്ടിയായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ മെയിൻ പ്രശ്നങ്ങൾ വരുന്നത്. വൃത്തിയായിട്ട് വണ്ടി കഴുകി വൃത്തിയായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയിൻ കവർ, ചെയിനൊക്കെ സെറ്റ് ചെയ്തു, ഷോക്ക് പിടിപ്പിച്ച് സാരി കാർഡെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിൽ വീലും കൂടിയും കയറ്റണം. വീല് കയറ്റി കഴിഞ്ഞാൽ സെറ്റാണ് വണ്ടി. വീല് കയറ്റി സൈഡ് കവർ ഇട്ട് മഡ് ഗാർഡിന്റെ മുകളിലെ കവറൊക്കെ ഫിറ്റ് ചെയ്തു. ഈ സീറ്റും കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. എന്തായാലും ഈ സംഗതി കണ്ടുപിടിക്കാൻ കുറെ കഷ്ടപ്പെട്ടിട്ടോ. അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക, വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതുപോലെ 2 വീലറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ചാനൽ ലിങ്ക് ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.